കർണാടക ധർമ്മസ്ഥലയിലെ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണം വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് സുരക്ഷ വർദ്ധിപ്പിച്ച പോലീസ് വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചത്. അതേസമയം വനത്തിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഈ കൂട്ടക്കൊലപാതക പരമ്പര ആരോപണത്തിൽ ഇപ്പോൾ ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിക്ക് കൂടുതൽ സുരക്ഷ പോലീസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവത്തെ ഏറെ ഗുരുതരമായി തന്നെയാണ് കാണാൻ സാധിക്കുക. ഒപ്പം തന്നെ ഈ കണ്ടെത്തിയ അസ്ഥികൾ ഫോറൻസിക് പരിശോധനയ്ക്കും അയച്ചിട്ടുണ്ടല്ലോ. മറ്റു വിവരങ്ങൾ. 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ താൻ 100-ലധികം സ്ത്രീകളുടെ മൃതദേഹം മറവ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ശുചീകരണ തൊഴിലാളിക്ക് വലിയ രീതിയിലുള്ള സുരക്ഷ ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത്. വധഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ 80 മുതൽ 2015 വരെയുള്ള കാലങ്ങളിൽ നിരവധി ആളുകൾ ഇവിടെ അസ്വാഭാവികമായി മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഈ മരണങ്ങളിലൊന്നും കാര്യക്ഷമമായ അന്വേഷണം പുരോഗമിക്കാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ഇരകളുടെ കുടുംബം വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. പക്ഷേ പ്രതികൾ ആരും തന്നെ പിടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഇതിനുശേഷം ഈ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന് ശേഷമാണ് ഈ ശുചീകരണ തൊഴിലാളിയുടെ ഒരു സുപ്രധാന വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ എത്തുന്ന സ്ത്രീകളെയും അതുപോലെ തന്നെ പെൺകുട്ടികളെയും കൗമാരക്കാരെയുമാണ് ഇത്തരത്തിലുള്ള പല ഗ്യാങ്ങുകൾ ലക്ഷ്യം വെച്ചിരുന്നത്. ഈ പെൺകുട്ടികളെ ബലമായി പിടികൂടുകയും അവരെ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയതിനു ശേഷം 4000 ഏക്കറിൽ വരുന്ന വനത്തിലും അതിനോട് ചേർന്നൊഴുകുന്ന നേത്രാവതി പുഴയിലും തള്ളുന്ന ഒരു രീതിയാണ് ഉണ്ടായത്. പക്ഷേ ഈ കൊലപാതകങ്ങളിലൊന്നും പ്രതികളെ പിടികൂടാനോ അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ശിക്ഷ നൽകുവാനോ പോലീസിന് സാധിച്ചിട്ടില്ല. ഈ ഒരു സംഭവം വലിയ രീതിയിലുള്ള ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ തീർത്ഥാടന കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിയും ഉയർന്നിരുന്നത്. എന്തായാലും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ നേത്രാവതി പുഴയുടെ ശുചീകരണ തൊഴിലാളിയുടെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. 100-ലധികം സ്ത്രീകളുടെ മൃതദേഹം താൻ വനത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു, അതിന് താൻ നിർബന്ധിതനായി എന്നാണ് ഇയാൾ പറയുന്നത്. ഇതിൽ പല സ്ത്രീകളും അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായിട്ടുണ്ട് എന്ന് ഇയാൾ കോടതിയിൽ നൽകിയിരിക്കുന്ന മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിൽ സ്കൂൾ കുട്ടികളുടെ യൂണിഫോം അടക്കമാണ് താൻ കത്തിച്ചു കളഞ്ഞതെന്നും ഡീസൽ ഉപയോഗിച്ച് പല മൃതദേഹങ്ങളും കത്തിച്ചു കളഞ്ഞുവെന്നും അയാൾ പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരുടെ മൃതദേഹം താൻ സംസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഇയാൾ പ്രധാനമായും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും കോടതി ഈ വിഷയത്തിൽ അതായത് ഈ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ അടിയന്തരമായി നടപടി സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ ആരോപണം നേരിടുന്ന ആൾ സമൂഹത്തിലെ വളരെ പ്രബലനായിട്ടുള്ള ഒരാളാണ്. മാത്രവുമല്ല അവരുമായി ബന്ധപ്പെട്ട പല ഗ്യാങ്ങുകൾ ഈ കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ കേസ് എങ്ങും എത്താതെ പോയതെന്നാണ് ഉയരുന്ന പ്രധാനമായിട്ടുള്ള ആരോപണങ്ങൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കാനാണ് ഇപ്പോൾ കോടതി പോലീസിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി, അതായത് 2014 ശേഷം ഈ ശുചീകരണ തൊഴിലാളി ഒളിവിൽ പോയിരിക്കുകയായിരുന്നു. ഒളിവിൽ കഴിയുന്ന സമയത്ത് ഈ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി ഒരിക്കൽ ഈ വനത്തിലെത്തുകയും താൻ കുഴിച്ചിട്ട ഒരു മൃതദേഹം പുറത്തെടുക്കുകയും അതിന്റെ വീഡിയോ ചിത്രീകരിക്കുകയും അത് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ വാക്ക് വിശ്വസനീയമാണ് എന്ന് കോടതി കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അടിയന്തര നടപടി സ്വീകരിക്കാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ കണ്ടെത്തിയ ഈ അസ്ഥികൂടത്തിന്റെ ഫോറൻസിക് പരിശോധന നടത്തണമെന്നും ഈ കോടതി ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം പ്രതിഷേധക്കാർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഇരകളുടെ കുടുംബം സംയുക്തമായി പ്രതിഷേധം നടത്തുന്നുണ്ട്. സമരസമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഈ സമരസമിതി ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്. അതായത് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ഇത്തരത്തിൽ ഈ മൃതദേഹങ്ങൾ കുഴിച്ചെടുക്കുകയും ഇതിന്റെ അവശിഷ്ടങ്ങൾ കുഴിച്ചെടുക്കുകയും ചെയ്യുന്ന നടപടി എത്രയും വേഗത്തിലാക്കണമെന്നാണ് ഈ സമരക്കാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. എന്തായാലും കർണാടക സംബന്ധിച്ചിടത്തോളം ഏറെ കോളിളക്കം സൃഷ്ടിച്ച സംഭവമാണ് ഈ ധർമ്മസ്ഥലയിലേത്. ഈ നിരവധിയായിട്ടുള്ള ആളുകൾ മൃഗീയമായ പീഡനങ്ങൾക്കിരയായിട്ടാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. അതിൽ പലതും തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ്. അത് ഇത്തരത്തിൽ പോലീസ് കേസുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ പോലും അൺഐഡന്റിഫൈഡ് ഡെത്ത് എന്ന് എഴുതി തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ ഒരു വിവരാവകാശ രേഖ എടുക്കുകയുണ്ടായി. അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത്, അതായത് 2002 മുതൽ 2012 വരെയുള്ള കാലയളവിൽ
ഇത്തരത്തിൽ ലോഡ്ജുകൾ കേന്ദ്രീകരിച്ചും ഓട്ടോറിക്ഷ ജീവനക്കാരെ കേന്ദ്രീകരിച്ചും മറ്റ് ട്രസ്റ്റുകളെ കേന്ദ്രീകരിച്ചും അൺനാച്ചുറൽ ആയിട്ടുള്ള ഡെത്തുകൾ, അതായത് 484 ഡെത്തുകളാണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഈ അൺനാച്ചുറൽ ഡെത്തിലൊന്നും പ്രതിയെ കണ്ടെത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ശക്തമായ പരിശോധന അല്ലെങ്കിൽ ശക്തമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും അതുപോലെ തന്നെ സർക്കാരും പറയുന്നത്. അതേസമയം ഈ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ സമൂഹത്തിലെ പ്രബലരായ വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഇരകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാണാതായവർക്ക്, അതായത് ഈ ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട് കാണാതായ മലയാളികളും ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകണമെന്നാണ് ഈ കർണാടക ധർമ്മസ്ഥലയിലെ ഈ സമരസമിതി ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിൽ നടക്കം നിരവധി ആളുകൾ ഇത്തരത്തിൽ കാണാതായിട്ടുണ്ട്, ആ കാലഘട്ടങ്ങളിൽ കാണാതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ സംഭവം വളരെ ചർച്ചയ്ക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ഇയാളുടെ മൊഴി വിശ്വസനീയമാണ് എന്നാണ് പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ 2014 ശേഷം ഒളിവിൽ പോയ ഇയാൾ സുപ്രീം കോടതി അഭിഭാഷകൻ മുഖേനയാണ് ബെൽത്തങ്ങാടി കോടതിയിൽ ഇന്നലെ ഹാജരായതും അതിനുശേഷമാണ് ഇയാൾക്ക് കനത്ത സുരക്ഷ നൽകണമെന്ന് ഇപ്പോൾ കോടതി പോലീസിനോട് നിർദ്ദേശിച്ചിരിക്കുകയും ചെയ്യുന്നത്. വൃന്ദ, ശരി, സമഗ്രമായ വിശദാംശങ്ങളാണ് ജോസഫ് അഗസ്റ്റിൻ നൽകിയത്.